ഖുർആൻ പരമ്പരയിലെ 57-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിർ. 45 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ അധ്യായമാണ്. മക്കയിലെ തൻ്റെ പ്രവാചക ദൗത്യം ഏറെക്കുറെ പരാജയപ്പെട്ടു എന്ന് ഉറപ്പായ സന്ദർഭത്തിൽ മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായ നിരാശ അതിൻ്റെ പാരമ്യത്തിലെത്തിയ ഒരു സന്ദർഭമാണ് ഈ സൂറത്തിലുള്ള വാക്യങ്ങൾ അവതരിച്ചത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. പതിവ് പോലെ പയ്യരം പറച്ചിലും ചീത്തപറച്ചിലും ഭീഷണിപ്പെടുത്തലും എല്ലാം ഇതിനകത്തും ഉണ്ട്. അതോടൊപ്പം തന്നെ മുഹമ്മദ് നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയി എന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് സൂറത്തുൽ ഫാത്തിർ വായിച്ചുകൊണ്ട് അതിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോകാം. അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാത്തി വൽ അർള്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതിനകത്തൊരു ഭാഷാപരമായ കോമഡി ഉണ്ട്. ഒന്ന്, ഇത് അള്ളാഹുവിൻ്റെ വചനമാണ് താൻ പറയുന്നത് എന്ന് പലപ്പോഴും മുഹമ്മദ് മറന്നു പോവുകയും അള്ളാഹുവിനെക്കുറിച്ച് താൻ പറയുന്നതായിട്ട് പറയുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അള്ളാഹു ആണിത് പറയുന്നത് എന്ന് ഓർമ്മ വന്നാൽ പെട്ടെന്ന് വാചകം പറയുന്ന കർത്താവ് മാറി മറിയുന്നതും കാണാം. ഒരേ വാചകത്തിൽ തന്നെ അവൻ എന്നും അള്ളാഹു എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പേഴ്സണിലേക്ക് മാറും. ഇങ്ങനെയുള്ള കോമഡികൾ, ഭാഷാപരമായിട്ടുള്ള കോമഡികൾ ഖുർആനിലുടനീളം കാണാം. കാരണം മുഹമ്മദിന് ഈ 23 കൊല്ലക്കാലം അള്ളാഹു ആണ് പറയുന്നത് എന്ന് ഓർത്തുകൊണ്ട് വെളിപാടിറക്കാൻ പലപ്പോഴും പ്രയാസപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഇത് താൻ തന്നെയാണ് പറയുന്നത് എന്ന മട്ടിൽ പറയുകയും പിന്നെ അള്ളാഹു ആണല്ലോ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ മാറ്റി പറയുകയും ചെയ്യുന്ന കോമഡിയാണ് ഖുർആനിൽ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ. ഇവിടെ ഇങ്ങനെ പറയുക എന്നോ ഇങ്ങനെ സ്തുതിക്കുക എന്നോ ഒന്നും ഉള്ള ഒരു അനുബന്ധമില്ലാതെ നേരിട്ട് അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാത്തി വൽ അർള് എന്ന് പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവ്. ഇവിടെ ഫാത്തിർ എന്ന വാക്കാണ് സൃഷ്ടികർത്താവ് എന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ഭാഷാപരമായിട്ടുള്ള അർത്ഥം വിശദീകരിക്കുന്ന മുഫസ്സിറുകൾ പറയുന്നത് ഫാത്തിർ എന്ന് പറഞ്ഞാൽ മാതൃകയില്ലാതെ സൃഷ്ടിക്കാൻ കഴിയുന്നയാൾ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു മുൻമാതൃക കണ്ടിട്ട് അനുകരിച്ചുകൊണ്ടല്ലാതെ മൗലികമായിട്ട് തന്നെ സൃഷ്ടി നടത്താൻ കഴിയുന്ന മഹാസൃഷ്ടാവ് എന്ന അർത്ഥത്തിലാണ് ഫാത്തിർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്കാണ് ഇവിടെ ഈ സൂറത്തിൻ്റെ പേരായിട്ടും കൊടുത്തിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഖുർആനിലെ കഥയനുസരിച്ച് പലപ്പോഴും അള്ളാഹു മാതൃകയില്ലാതെ സൃഷ്ടിച്ച ആളല്ല, മറിച്ച് മനുഷ്യൻ്റെ മാതൃക അനുകരിച്ച ആളാണ്. ഒരു 2000-3000 കൊല്ലം മുമ്പ് ബാബിലോണിയയിലും മറ്റും ജീവിച്ചിരുന്ന മനുഷ്യരുടെ പല സൃഷ്ടികളും നോക്കി അതിനെ അനുകരിച്ചതായിട്ടാണ് ഖുർആൻ കഥയിലും ബൈബിൾ കഥയിലുമൊക്കെ നമ്മൾ കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്ക് നോക്കൂ. അന്നത്തെ മനുഷ്യന്മാർ ചട്ടിയും കലവും ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ മണ്ണ് കുഴച്ച് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് കണ്ട് പരിചയമുള്ള അള്ളാഹു അതേപോലെ മണ്ണ് കുഴച്ചിട്ട് ഒരു മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി മൂക്കിലൂതിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന കഥയാണ് ബൈബിളും ഖുർആനൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു അനുകരിക്കാത്ത സൃഷ്ടാവല്ല, മാതൃക നോക്കാത്ത സൃഷ്ടാവല്ല, മറിച്ച് മനുഷ്യൻ്റെ കൊശവന്മാരെ മണ്ണ് കുഴച്ച് സൃഷ്ടിക്കുന്നത് നോക്കി മനസ്സിലാക്കിയിട്ട് അതുപോലെ സൃഷ്ടിച്ച ആളാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ കൊശവനായിപ്പോയത്? കാരണം അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിലുള്ള മനുഷ്യരാണ്. ദൈവങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത് ഒരു 3000-4000 കൊല്ലം മുമ്പുള്ള മനുഷ്യരാണ് ഇതുപോലുള്ള ദൈവങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അന്നത്തെ മനുഷ്യർ മണ്ണ് കുഴച്ച് പാത്രങ്ങളും ശില്പങ്ങളും ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് അന്നത്തെ മനുഷ്യർക്ക് അവരുടെ ദൈവവും അവരെപ്പോലെ തന്നെ മണ്ണ് കുഴക്കുന്ന ഒരു കൊശവനാണ് എന്ന് ചിന്തിക്കാനേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഈ യഹോവയും അള്ളാഹുവും ഒക്കെ മണ്ണ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുകളെക്കുറിച്ച് ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ചിറകുകളുള്ള മലക്കുകൾ എന്നാണ് പറയുന്നത്. എന്തിനാണ് മലക്കുകൾക്ക് ചിറക് കൊടുത്തത്? കാരണം അന്നത്തെ മനുഷ്യർക്ക് ആകാശത്തുകൂടെ പറക്കണമെങ്കിൽ ചിറകുള്ള പക്ഷികളാണ് പറക്കുന്നതായി കാണുന്നത്. അത് നോക്കിയിട്ട്
ബഹിരാകാശത്തേക്ക് പറക്കാനും ചിറക് വേണം എന്ന് മനുഷ്യർ സങ്കല്പിച്ചു. ആ സങ്കല്പം അനുസരിച്ച് ചിറകുള്ള ജീവികളെയാണ് മേലോട്ടും താഴോട്ടും സഞ്ചരിക്കാനായിട്ട് സൃഷ്ടിച്ചത്. അപ്പം മലക്കുകൾക്ക് ചിറക് വന്നു. യഥാർത്ഥത്തിൽ മലക്കുകൾ എന്ന് പറയുന്ന ആത്മീയ ജീവികളാണെങ്കിൽ, ശരീരവും ഭാരമൊന്നും ഇല്ലാത്ത ജീവികളാണെങ്കിൽ, അവ വായുവിനും പുറത്ത് ബഹിരാകാശത്തൂടെ സഞ്ചരിക്കുന്ന ജീവികളാണെങ്കിൽ, ആ ജീവികളെ റോക്കറ്റിൻ്റെ മാതിരി സൃഷ്ടിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സൃഷ്ടിച്ചാൽ മതി. ഈ ചിറകുള്ള പക്ഷികളെ പോലെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അപ്പം മനുഷ്യൻ എങ്ങനെയാണോ സൃഷ്ടി നടത്തുന്നത്, മനുഷ്യരെങ്ങനെയാണോ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്, അതിനെല്ലാം മാതൃകയാക്കിക്കൊണ്ടാണ് അള്ളാഹു പല സൃഷ്ടികളും നടത്തിയിട്ടുള്ളത്. സൃഷ്ടികൾ മാത്രമല്ല, അള്ളാഹുവിൻ്റെ ചേലും കോലവും സ്വഭാവവും ഒക്കെ മനുഷ്യൻ്റേതാണ് എന്ന് ഈ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ അള്ളാഹുവും ദൈവങ്ങളും ഒക്കെ മനുഷ്യൻ്റെ സ്വഭാവവും മനുഷ്യൻ്റെ ചേലും മനുഷ്യൻ്റെ മാതൃകയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ആയി മാറാൻ കാരണം? അതിന് കാരണം മനുഷ്യൻ്റെ ഭാവനയിൽ മനുഷ്യൻ രൂപകൽപ്പന ചെയ്ത ഒരു സങ്കല്പമാണ് ഈ ദൈവം. അതുകൊണ്ടാണ് എല്ലാ ദൈവങ്ങൾക്കും മനുഷ്യരുടെ സ്വഭാവം ഉണ്ടാവുന്നത്. അമ്പും വില്ലും ഉപയോഗിച്ചിരുന്ന കാലത്താണ് ദൈവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ദൈവങ്ങളുടെ കയ്യിൽ ഒരു തോക്കോ ബോംബോ അല്ലെങ്കിൽ മിസൈലോ ഒന്നും കാണാത്തത്. അമ്പും വില്ലും കുന്തവും വാളും ഒക്കെയാണ് ദൈവങ്ങളുടെ കയ്യിലുള്ളത്. കാരണം അന്ന് മനുഷ്യൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ദൈവങ്ങളെ സൂക്ഷ്മമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രതിരൂപമാണ് എന്ന്, ഊതി വീർപ്പിച്ച ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനർത്ഥം ദൈവത്തിൻ്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ബൈബിൾ കഥ നേരെ കുത്തനെ പിടിച്ചാൽ അതാണ് വാസ്തവം എന്നതാണ്. മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവത്തെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഇവിടെ ഫാത്തിർ എന്ന് പറയുന്നത് ഒരു കളവാണ്. ഫാത്തിറല്ല, മനുഷ്യൻ്റെ മാതൃകയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ് അള്ളാഹു ഉൾപ്പെടെയുള്ള ദൈവങ്ങൾ. ഇനി ഇവിടെ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദാണ് ഇവിടെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മക്കക്കാരുടെ മുമ്പിൽ ഇത് പറഞ്ഞത്. പക്ഷേ ഇത് പറയുമ്പോൾ അള്ളാഹു പറയുന്നതാണ് എന്ന് മുഹമ്മദ് ഓർത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഷയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. എന്തായാലും ഇവിടെ എന്നിട്ട് പിന്നെ മുഫസ്സിറുകൾ പിന്നെ അതിന് ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നത് അള്ളാഹുവിനെ കൊച്ചാക്കുന്ന വ്യാഖ്യാനമാണ്. കാരണം അള്ളാഹുവിന് സ്തുതി അങ്ങേയറ്റം ഇഷ്ടമാണെന്നും സ്തുതി ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോളം വലിയൊരു സ്തുതിക്കൊതിയൻ വേറെ ഇല്ല എന്നും അതുകൊണ്ടാണ് അള്ളാഹുവിനെ തന്നെ സ്തുതിച്ചത് എന്നുമൊക്കെ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ. ഇങ്ങനെ സ്തുതി കൊതിക്കുന്ന അള്ളാഹു മഹാശക്തനാണെന്നും മഹാപരിപൂർണനാണെന്നും മറ്റവനാണെന്നും ഒക്കെ പറയുന്നത് തന്നെ പരസ്പര വിരുദ്ധമാണ്. ഈ സ്തുതിയും കൊതിച്ച് സ്തുതിക്ക് വേണ്ടി പിന്നാലെ നടക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഒരു അപൂർണനായ ഒരു അല്പനായ ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ആയത്? അതും മനുഷ്യൻ്റെ സ്വഭാവമാണ്. ആ കാലത്ത് രാജാവും ഗോത്രത്തലവനും അടിമയും ഉടമയും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തെ സ്തുതിക്കുക എന്നത് അന്നത്തെ ഒരു മനുഷ്യൻ്റെ ശീലമാണ്. അത് മനുഷ്യൻ ഈ ദൈവത്തിലും കൊണ്ടുപോയി അപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് ദൈവം സ്തുതി ഇഷ്ടപ്പെടുന്നവനായിട്ട് മാറിയത്. നമ്മൾ ദൈവത്തെ തന്നെ കുറച്ചും കൂടെ മഹത്തായ ഒരു സങ്കല്പമായിട്ട് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ദൈവം സ്തുതി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതും ദൈവത്തിനെ തന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്നതൊക്കെ അല്പത്തരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സർവ്വസ്തുതിയും അള്ളാഹുവിനാകുന്നു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവ്. ഇനി അടുത്ത വാക്യം നോക്കൂ. മലക്കുകളെ ഈരണ്ടും മുമ്മൂന്നും നന്നാലും ചിറകുകളുള്ള ദൂതന്മാരാക്കിയിട്ടുള്ളവൻ. എന്തിനാണ് ഈ മലക്കുകൾക്ക് ചിറകുകൾ? മലക്കുകൾ ഇങ്ങനെ മേലെ കൂടെ പറക്കണമെങ്കിൽ ചിറക് വേണം. അത് മനുഷ്യൻ്റെ സങ്കല്പമാണ്. ചിറകില്ലാതെ പറക്കാൻ പറ്റുന്ന റോക്കറ്റ് പോലുള്ള വാഹനങ്ങളെക്കുറിച്ചൊന്നും അന്ന് മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയില്ല. വാഹനങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയില്ല. അന്ന് പക്ഷികളെ മാത്രമേ മനുഷ്യൻ കണ്ടിട്ടുള്ളൂ. ആ പക്ഷികളെ നോക്കിയിട്ട് ഉമ്മണി വലിയൊരു പക്ഷിയായിട്ട് മലക്കിനെ സങ്കല്പിച്ചത് മലക്കിനെ മേലോട്ട് പറത്താൻ വേണ്ടിയിട്ടാണ്. ഈരണ്ടും മുമ്മൂന്നും നന്നാലും ചിറകുകൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ മുഹമ്മദിൻ്റെ ചില ഹദീസുകളിൽ 600 ചിറകുള്ള ജിബ്രീലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെയും ഖുർആനും മുഹമ്മദ് പിന്നീട് വിശദീകരിച്ച കാര്യങ്ങളൊക്കെ തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും കാണാം. സൃഷ്ടിയിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ചിറകിൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെയാണ് വ്യാഖ്യാനം. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. എന്ന് പറയുന്നിടത്തും ഒരുപാട് തമാശകളും വൈരുദ്ധ്യങ്ങളും നമുക്ക് കാണാം. അത് ഇതേ അധ്യായത്തിൽ തന്നെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത്
കാരുണ്യമായുള്ള ഏതൊന്നിനെയും അള്ളാഹു മനുഷ്യർക്ക് തുറന്നു കൊടുക്കുന്ന പക്ഷം അതിനെ പിടിച്ചു വെക്കുന്നവനില്ല. അവൻ എന്തെങ്കിലും പിടിച്ചു വെക്കുന്നതായാൽ അതിന് ശേഷം അതിനെ തുറന്നു വിടുന്നവനുമില്ല. അവനത്രേ അഗാധജ്ഞനായ പ്രതാപശാലി. ഇതെല്ലാം മക്കയിലെ അന്നത്തെ ഖുറൈശികൾ, അന്നത്തെ മക്കക്കാർ മുഹമ്മദിനോട് പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളുടെയും മറുപടി എന്ന നിലക്ക് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. അന്നത്തെ പ്രമാണിമാരുടെ പ്രതാപത്തിലും അവരുടെ സമ്പത്തിലുമൊക്കെ അസൂയ പൂണ്ടുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അടുത്തത്, ഹേ മനുഷ്യരെ, നിങ്ങളുടെ മേൽ അള്ളാഹു ചെയ്ത അനുഗ്രഹം ഓർക്കുവിൻ. അള്ളാഹു അല്ലാതെ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന വല്ല സൃഷ്ടാവും വേറെ ഉണ്ടോ? അവനല്ലാതെ ആരാധ്യനേ ഇല്ല എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? അപ്പോൾ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എന്ന് നിസ്സഹായനായിട്ട് ചോദിക്കുകയാണ്. ആര്? സർവശക്തനും മഹാപ്രതാപശാലിയും അഗാധജ്ഞനും ഒക്കെ ആയിട്ടുള്ള അള്ളാഹു നിസ്സഹായനായിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? അപ്പോൾ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ള ആളാണെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യർ അള്ളാഹുവിൻ്റെ ഈ പ്രതാപം ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ തെറ്റിപ്പോകേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, തൻ്റെ സൃഷ്ടികൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിന് കഴിവില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇതൊന്നിനെക്കുറിച്ച് ഒരു അറിവും ബോധവും ഇല്ല, അതല്ലെങ്കിൽ അള്ളാഹു ഇതൊക്കെ കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ പായ്യരം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്തായാലും ഇതൊക്കെ വിരോധാഭാസമായിട്ടാണ് വരുന്നത്. നബിയെ, ഇവർ നിന്നെ വ്യാജമാക്കുന്നുവെങ്കിൽ നിനക്ക് മുമ്പും റസൂലുകൾ വ്യാജമാക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിങ്കിലൊക്കെ അത്രേ കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. ഇവിടെ മുഹമ്മദിൻ്റെ നിരാശയാണ്. അതായത് മുഹമ്മദ്, മക്കക്കാരൊരിക്കലും മുഹമ്മദിനെ റസൂലായിട്ട് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് മുഹമ്മദ് സ്വയം ആശ്വസിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മുട്ടുന്യായമാണ്. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പണ്ടത്തെ പ്രവാചകന്മാരെയും അന്നത്തെ ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വലിയ പുതുമയില്ല, നീ ബേജാറാവണ്ട എന്ന് മുഹമ്മദ് സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന വാക്യമാണിത്. കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരും, അപ്പോൾ എല്ലാം കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുള്ളൊരു ഭീഷണിയും കൂടെ ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യം, ഹേ മനുഷ്യരെ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം യഥാർത്ഥമാകുന്നു. അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരുന്നു കൊള്ളട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് ആ മഹാവഞ്ചകനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തം പ്രകടമാകുന്നുണ്ട്. ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതും ഇസ്ലാം എന്ന മതത്തെ ജീവിതത്തിൻ്റെ ദർശനം എന്നിടത്ത് നിന്ന് പറിച്ച് മരണത്തിൻ്റെ ദർശനമാക്കി മാറ്റിയതും ഈ ഒരു സിദ്ധാന്തമാണ്. ഞാനിതിനെക്കുറിച്ച് മുമ്പും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഐഹിക ജീവിതം മനുഷ്യനെ ചതിക്കാനുണ്ടാക്കി വെച്ച ഒരു വിഭവമാണ് എന്ന ഒരു സിദ്ധാന്തമാണ് ഈ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരുന്നു കൊള്ളട്ടെ, ആ വഞ്ചകൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അപ്പം വഞ്ചിക്കാൻ വേണ്ടി അള്ളാഹു തന്നെ ഒരുക്കി വെച്ച വിഭവങ്ങളാണ് ഇഹലോകത്തുള്ള എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഇവിടെയുള്ള ജീവിത സൗന്ദര്യങ്ങളും എല്ലാം. മനുഷ്യൻ ഇവിടെ ജീവിതത്തിൽ സന്തോഷം കാണുന്ന എല്ലാം ദൈവം മനുഷ്യരെ വഞ്ചിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച വിഭവങ്ങളാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതത്തിലേക്ക് നമ്മൾ ചാഞ്ഞു പോവാനേ പാടില്ല. അതാണ് മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ വയല് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സംഗീതം അങ്ങേയറ്റം വൃത്തികെട്ടതാണ്, ഡാൻസ് അങ്ങേയറ്റം വൃത്തികെട്ടതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കളികളെല്ലാം വൃത്തികെട്ടതാണ്. മനുഷ്യൻ കളിക്കാൻ പാടില്ല, മനുഷ്യൻ ചിരിക്കാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല, നൃത്തം ചെയ്യാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല, ആഘോഷിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ ആഘോഷങ്ങൾക്ക് ആശംസ അർപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ മനുഷ്യർക്ക് മനസ്സിന് ആർദ്രതയും സന്തോഷവും നൽകുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യരെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച വിഭവങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യർ അതിലേക്കൊന്നും ചാഞ്ഞു പോകരുത്. അതൊക്കെ നിങ്ങൾ അതിലേക്കൊക്കെ ചായാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അള്ളാഹു, ഈ ചതിയൻ, ഈ കൊടുംചതിയൻ പിശാചിനെയും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആരാണ് പിശാചിനെ സൃഷ്ടിച്ചത്? ഇതേ അള്ളാഹു. എന്നിട്ട് അള്ളാഹു പിശാചിലേക്ക് നിങ്ങൾ ചായരുത്, ഈ ചതി വിഭവങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകരുത് എന്നിട്ടുള്ള മുന്നറിയിപ്പ് നൽകാനാണ്
പ്രവാചകന്മാരെ അയക്കുന്നത്. ആ പ്രവാചകന്മാരെ കുത്തിത്തിരിപ്പ് നടത്തിയിട്ട് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർക്കിടയിൽ നിന്ന് തന്നെ പ്രമാണിമാരെ തന്നെ പ്രവാചകന്മാർക്കെതിരെ ഈ അള്ളാഹു തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്നും നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചു, മറ്റനേകം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മക്കയിലെ ഖുറൈശി നേതാക്കളെ മുഴുവൻ മുഹമ്മദ് നബിക്ക് എതിരായിട്ട് തിരിച്ചുവിട്ടത് അള്ളാഹു തന്നെയാണ് എന്നും അവരൊന്നും ഒരിക്കലും ഇനി നന്നാവാൻ പോകുന്നില്ല എന്നും അവരൊക്കെ അള്ളാഹു നേരത്തെ തന്നെ അങ്ങനെ തീരുമാനിച്ചതാണ് എന്നും ഇതേ ഖുർആനിൽ പറയുന്നുണ്ട്. അവരെ കൂടാതെ ഈ പെരും പിശാചിനെയും അള്ളാഹു സൃഷ്ടിച്ചിങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യന്മാർ ഈ ദൈവം ഉണ്ടാക്കി വെച്ച ചതിക്കുഴിയിൽ ചാടിപ്പോവാനും ആ ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെയും കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഏർപ്പാട്. പരീക്ഷണം എന്നാണ് മൂപ്പരിതിന് പറയുന്നത്. പക്ഷെ പരീക്ഷണം എന്ന് പറയാൻ പറ്റുമോ? എല്ലാം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന മഹാജ്ഞാനിയാണ് ദൈവം. എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ച ആളാണെന്നും ഈ അധ്യായത്തിലും മറ്റു പല അധ്യായങ്ങളിലും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് എഴുതി വെച്ച ആൾ, എല്ലാം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ആൾ, ഇത് രണ്ടായാലും കണക്ക് തന്നെയാണ്. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച ഉറപ്പിച്ച ആൾ ഇങ്ങനെ പരീക്ഷണമാണ് നടത്തുന്നത് എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. അയാൾക്ക് പരീക്ഷണം നടത്തേണ്ട ആവശ്യമില്ല. റിസൾട്ട് മുൻകൂട്ടി അറിയുമെങ്കിൽ പിന്നെ എന്തിനാണ് പരീക്ഷ? അയാൾ പരീക്ഷണമല്ല നടത്തുന്നത്, അയാൾ നടത്തുന്ന ഒരു ക്രൂര വിനോദമാണ്. ഇങ്ങനെ ക്രൂര വിനോദം നടത്തുന്നത് എന്തിനാണ്? മൂപ്പര് നരകം നിറയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നരകം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് ഏത് സന്ദർഭത്തിലാണ്? മക്കയിൽ മുഹമ്മദിൻ്റെ പരിപ്പ് വേവുന്നില്ല. മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം യുക്തിയുക്തമായ മറുപടികളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് മുഹമ്മദിനെ ഉത്തരം മുട്ടിച്ച് വെള്ളം കുടിപ്പിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഉത്തരം മുട്ടിയപ്പോൾ മുഹമ്മദ് നിരാശ പൂണ്ടുകൊണ്ട് സമനില തെറ്റിക്കൊണ്ട് പറഞ്ഞു വിട്ടിട്ടുള്ള വിരോധാഭാസങ്ങളാണിതെല്ലാം. കാരണം മുഹമ്മദിൻ്റെ നിരാശയിൽ നിന്നാണ് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ള വ്യക്തമാണ്. മുഹമ്മദ് അവിടെ തൻ്റെ ദൗത്യം പരാജയപ്പെട്ടതോടുകൂടി സമനില തെറ്റി കൊഞ്ഞനം കുത്തുകയാണ് ചെയ്യുന്നത്. ആ കൊഞ്ഞനം കുത്തൽ അങ്ങേയറ്റം യുക്തിരഹിതമായിട്ടുള്ള വാദങ്ങളായി മാറുകയും പിന്നീട് മുഹമ്മദ് പക വീട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പലായനം ചെയ്ത് അവരെ ആയുധമെടുത്ത് കീഴടക്കുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം മുഹമ്മദിൻ്റെ മനസ്സിലെ നിരാശയും പകയും ഉത്തരം മുട്ടുന്നതിനാലുണ്ടാകുന്ന കൊഞ്ഞനം കുത്തലും ഒക്കെയാണ് ഈ വിരോധാഭാസങ്ങളായി ഖുർആനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. തലയിലെഴുത്ത് സിദ്ധാന്തം, വിധിവിശ്വാസവും ഒക്കെ അതിൻ്റെ ഉൽപ്പന്നമാണ്. മുഹമ്മദിൻ്റെ നിരാശയിൽ നിന്നുണ്ടായ സമനില തെറ്റി പുറത്തേക്ക് വന്നിട്ടുള്ള വിരോധാഭാസങ്ങളാണ് ഖുർആനിലെ ഈ വിധിവിശ്വാസവും തലയിലെഴുത്തും ഒക്കെ. പിശാച് എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചു വിട്ടതാണെങ്കിൽ പിശാച് നിരപരാധിയാണ്, നിസ്സഹായനാണ്. പിശാച് എന്ന് പറയുന്നത് ഒരു റോബോട്ട് മാത്രമാണ്, മറ്റാരോ നിയോഗിച്ച് വിട്ട ഒരു ഉപകരണം മാത്രമാണ്. പിശാചിനെ സൃഷ്ടിച്ച് വിട്ടത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹു തന്നെയാണ് പെരും പിശാച്. അപ്പോൾ പിശാചിനെ നമ്മൾ ശപിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ പിശാചിനെ സൃഷ്ടിച്ച പെരും പിശാചാണ് അള്ളാഹു എങ്കിൽ ആ അള്ളാഹു സ്തുതിയല്ല അർഹിക്കുന്നത്, ശാപമാണ് അർഹിക്കുന്നത്. കാരണം അത്രയും ദുഷ്ടനായ ഒരാൾക്ക് ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ കഴിയുള്ളൂ. നിശ്ചയമായും നിങ്ങൾക്ക് ശത്രുവാകുന്നു പിശാച്, ആകയാൽ നിങ്ങളവനെ ശത്രുവാക്കി വെക്കുവിൻ. അവൻ തൻ്റെ കക്ഷിയെ ക്ഷണിക്കുന്നത് അവൻ ജ്വലിക്കുന്ന നരകത്തിൻ്റെ ആൾക്കാരിൽ പെട്ടവരായിരിക്കുവാൻ വേണ്ടി മാത്രമാണ്. പിശാച് എങ്ങനെയാണ് മനുഷ്യൻ്റെ ശത്രുവാകുന്നു? പിശാച് നിസ്സഹായനല്ലേ? പിശാചിനെ അള്ളാഹു, സർവശക്തനും സർവജ്ഞാനിയുമായ അള്ളാഹു, എല്ലാ റിസൾട്ടും മുൻകൂട്ടി അറിയുന്ന അള്ളാഹു പിശാചിനെ മനുഷ്യരെ വഴിതെറ്റിച്ച് നരകത്തിലിടാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ച് വിട്ടതാണെങ്കിൽ മനുഷ്യൻ്റെ ശത്രു പിശാചല്ല, ഈ പിശാചിനെ സൃഷ്ടിച്ച പെരും പിശാച് തന്നെയാണ് ശത്രു. അപ്പോൾ ദൈവമല്ലേ മനുഷ്യൻ്റെ ശത്രു? യാതൊരു കൂട്ടർ അവിശ്വസിച്ചുവോ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. യാതൊരു കൂട്ടർ വിശ്വസിക്കുകയോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്തുവോ അവർക്ക് പാപമോചനവും വലുതായ പ്രതിഫലവും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അവിശ്വസിക്കുക എന്നുള്ളതാണ് വലിയ കുറ്റം. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ അവർക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ അവിശ്വസിക്കുന്നവർക്ക്, അവർ സൽക്കർമ്മം ചെയ്തോ ഇല്ലേ എന്നുള്ളതൊന്നും വിഷയമല്ല, അവിശ്വസിക്കുന്നവർക്ക് നിത്യനരകമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വിശ്വസിക്കുക എന്നതാണ് മനുഷ്യൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു സൽപ്രവൃത്തി എന്നാണ് ഈ ഖുർആൻ സിദ്ധാന്തിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എങ്ങനെയാണ് മനുഷ്യർ വിശ്വസിക്കുക എന്നത്, വിശ്വസിക്കാതിരിക്കുക എന്നത് തെറ്റും ശരിയുമാകുന്നത്?
നമ്മളൊരു കാര്യം വിശ്വസിക്കണമെങ്കിൽ ആ കാര്യം ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണ്ടേ? നമുക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? അങ്ങനെ ബോധ്യപ്പെടാത്ത കാര്യം നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം ശരിയാവണമെന്ന് എന്താണ് നിർബന്ധം? തെറ്റായ കാര്യങ്ങളും നമുക്ക് വിശ്വസിച്ചൂടെ? ഈ കഥ തെറ്റാണ് എങ്കിൽ ഈ കഥ നമുക്ക് വിശ്വസിച്ചൂടെ? നമ്മൾ വിശ്വസിക്കുന്ന കഥ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഉറപ്പില്ലാതെ, നമുക്ക് ബോധ്യമില്ലാതെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് അന്ധമായി വിശ്വസിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ മുമ്പിൽ ഈ ഒരു കഥ മാത്രമല്ല ഉള്ളത്, ഒരുപാട് കഥകളുണ്ട്. ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു കഥയുണ്ട്, ഹിന്ദുക്കൾ പറയുന്ന ഒരു കഥയുണ്ട്, ബുദ്ധന്മാർ പറയുന്ന കഥയുണ്ട്, ജൂതർ പറയുന്ന കഥയുണ്ട്, പാർസികൾ പറയുന്ന കഥയുണ്ട്. അങ്ങനെ എത്രയോ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കഥകളിലെല്ലാം വിശ്വസിക്കുന്നവർക്കാണ് ഇതുപോലെ അവരും വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ അതിലേത് വിശ്വാസം എടുക്കുക? നമുക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ടാലല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ബോധ്യപ്പെട്ടാൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ബോധ്യപ്പെട്ടാൽ അതൊരു ബോധ്യമാണ്. പിന്നെ അവിടെ വിശ്വസിക്കുക അവിശ്വസിക്കുക എന്നുള്ളതൊരു നിത്യനരകം അർഹിക്കുന്ന ശിക്ഷയായിട്ട്, ഒരു കുറ്റകൃത്യമായിട്ടും നിത്യസ്വർഗം അർഹിക്കുന്ന ഒരു സൽക്കർമ്മമായിട്ടൊക്കെ ഈ വിശ്വാസം അവിശ്വാസം എന്നതിനെ എങ്ങനെയാണ് കണക്കാക്കുക? മനുഷ്യർക്ക് കരുതി കൂട്ടി ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിയാണോ വിശ്വാസം? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥയെല്ലാം പൊട്ടത്തരമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ആ ബോധ്യം എൻ്റെ കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം അനുസരിച്ച് എനിക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആ ബോധ്യം എൻ്റെ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നരകത്തിലിടുന്നതിൽ എന്ത് നീതിയാണുള്ളത്, എന്ത് യുക്തിയാണുള്ളത്? അതല്ലെങ്കിൽ എനിക്കിത് ബോധ്യപ്പെടുത്തി തരണം. ഈ പറയുന്ന വിഡ്ഢിത്തങ്ങൾ, വൈരുദ്ധ്യങ്ങൾ ഒരിടത്ത് പറയുന്നതിന് നേരെ വിരുദ്ധമായിട്ട് മറ്റൊരിടത്ത് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ശരിയാണെന്ന് വിശ്വസിക്കുക? അത് സമനില തെറ്റിയ ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തു വന്നതാണെങ്കിൽ ആ മനുഷ്യന് പറ്റിയ അബദ്ധമായിരിക്കാനല്ലേ സാധ്യത? ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായ തോന്നലുകളായിരിക്കാനല്ലേ സാധ്യത? അതല്ലെങ്കിൽ ഇതൊക്കെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കണം. ആ തെളിവിന് വേണ്ടിയാണ് മക്കക്കാർ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടത്. 13 കൊല്ലം അവർ മുഹമ്മദിൻ്റെ പിന്നാലെ നടന്ന് ആവശ്യപ്പെട്ടത് തെളിവുതാ എന്നാണ്. അത് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ തെളിവല്ല അവർ ചോദിച്ചത്. ആ ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് മുഹമ്മദ് പറയുന്നു. മുഹമ്മദ് വായിലൂടെ പറയുന്ന വാക്യങ്ങൾ ദൈവത്തിൻ്റെ വാക്യങ്ങളാണെന്ന് അവകാശപ്പെടുന്നു. അതിനുള്ള തെളിവാണ് അവർ ചോദിച്ചത്. അതും മുഹമ്മദ് തന്നെ പറഞ്ഞ കഥകളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളാണ് അവരാവശ്യപ്പെട്ടത്. മുമ്പ് ഇതുപോലെ വന്നിട്ടുള്ള പ്രവാചകന്മാർ കാണിച്ചു എന്ന് പറയുന്ന അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടാ എന്നാണ് അവരാവശ്യപ്പെട്ടത്. അവരാവശ്യപ്പെട്ട ഒരു തെളിവും കൊടുക്കാൻ കഴിയാതെ മുഹമ്മദ് അവർക്ക് നരകം വിധിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു പഴപ്പിച്ചതാണ്, പിശാചി പഴപ്പിച്ചതാണ് എന്ന കഥ പറഞ്ഞുകൊണ്ട് കൂടുതൽ അവരുടെ മുമ്പിൽ പരിഹാസ്യനാവുകയാണ് മുഹമ്മദ് അവിടെ ചെയ്യുന്നത്. അവസാനം അതിനും പരിഹാസം സഹിക്കവയ്യാതായപ്പോൾ മുഹമ്മദ് തലയിലെഴുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാം ഇങ്ങനെ ആക്കി തീർത്തതാണ്, നിങ്ങളൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന തലയിലെഴുത്ത് അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്വയം പൊട്ടനാക്കിക്കൊണ്ട് മുഹമ്മദ് അവിടുന്ന് തടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യർ വിശ്വസിക്കുക? വിശ്വസിക്കണമെങ്കിൽ ഇതൊക്കെ മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കുന്നതാവണം. എന്നാൽ യുക്തിയും വിശ്വാസവും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണ് ഇപ്പോൾ മൂല്യന്മാരൊക്കെ പറയുന്നത്. യുക്തിയും വിശ്വാസവും ബന്ധമില്ലെങ്കിൽ ഏത് വിശ്വാസമാണ് ശരിയെന്ന് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു കഥ മാത്രമല്ല, ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കിതാബുകളുണ്ട്, ഒരുപാട് മതങ്ങളുണ്ട്. ഇതിലേത് വിശ്വസിച്ചാലാണ് നമ്മൾ രക്ഷപ്പെടുക? നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? എന്ത് മാനദണ്ഡം വെച്ച് നമ്മളിതിനെ താരതമ്യം ചെയ്യും? അടിസ്ഥാനപരമായി ഞാൻ എത്രയോ കാലമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇന്ന് വരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. യുക്തി പരിമിതിയുണ്ട്. മനുഷ്യൻ്റെ യുക്തി കൊണ്ടൊന്നും താരതമ്യം ചെയ്യാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയില്ല. പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. ഇതാണ് വാദം. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ വിശ്വസിക്കണം എന്ന് എന്താത്ത നിർബന്ധം? വേറെ ഏതെങ്കിലും ആണ് ശരിയെങ്കിലോ? അപ്പോൾ നമ്മൾ ആനമയിലൊട്ടകത്തിൽ പൈസ ഇടുന്നത് പോലെ നമ്മൾ വിശ്വസിച്ചത് ഏതെങ്കിലും ഭാഗ്യത്തിന് ശരിയാവുകയാണെങ്കിൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന മട്ടിൽ എത്ര മതങ്ങളുണ്ടോ അതിലൊരു സാധ്യത മാത്രമേ നമ്മുടെ ഈ മതത്തിനുള്ളൂ. ശരി, ഏതെങ്കിലും ഒരു മതം ശരിയാണെങ്കിൽ. പക്ഷേ യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ എല്ലാ മതങ്ങളുടെയും യുക്തിപരത എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. ഒന്നും മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കുന്നതല്ല. മനുഷ്യൻ പ്രാകൃതകാലത്ത് ഭാവനയിൽ നെയ്തുണ്ടാക്കിയ കെട്ടുകഥകളാണ് എന്നാണ് നമുക്ക് ബോധ്യമാവുന്നത്. അങ്ങനെ ബോധ്യമാവുമ്പോഴാണ് നമ്മളിതിനെ ഒരു വിശ്വാസം എന്ന നിലക്ക് സ്വീകരിക്കാതെ തള്ളിക്കളയുന്നത്. എന്നിട്ട് ആ വിശ്വാസം തള്ളിക്കളഞ്ഞ് നമ്മുടെ കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിത്യനരകത്തിലിട്ട് പൊരിക്കുമെന്നാണ് പറയുന്നത്. മഹാകാരുണ്യവാനാണ് എന്നും പറയുന്നു. അതുതന്നെ മതി വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് എന്നതിൻ്റെ തെളിവായിട്ട്. കാരണം
അത്രയും വലിയ പരസ്പരം റദ്ദാക്കുന്ന വൈരുദ്ധ്യങ്ങളാണ് ഇതിൽ അവതരിപ്പിക്കുന്നതെല്ലാം. ഈ കഥ വിശ്വസിക്കാതെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച മനുഷ്യർക്കും രക്ഷയില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, അവർ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ ധൂളികളായി പോകുന്ന പറഞ്ഞത്. ഈ കഥയിൽ വിശ്വസിക്കാതെ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ച് മരിച്ചു പോവുകയും ചെയ്താൽ അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവൻ ധൂളിയായി പോവുകയും അയാളെ പിടിച്ച് നരകത്തിലിടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കഥ വിശ്വസിക്കലാണ് ഏറ്റവും വലിയ നന്മയായിട്ട് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ യുക്തിരഹിതമായിട്ടുള്ള വാദവും. അടുത്തത് 8ാമത്തെ വാക്യം. അപ്പോൾ തൻ്റെ ദുഷ്പ്രവൃത്തി തനിക്ക് ഭംഗിയായി കാണിക്കപ്പെടുകയും എന്നിട്ട് അതിനെ നല്ലതായി കാണുകയും ചെയ്തിട്ടുള്ള ഒരുവനോ, എന്നാൽ തൻ്റെ ദുഷ്പ്രവൃത്തികൾ അലങ്കൃതമായി തോന്നിക്കപ്പെടുകയും അങ്ങനെ അത് നല്ലതായി കാണുകയും ചെയ്തവൻ്റെ കാര്യമോ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ അവരെ പറ്റിയുള്ള കൊടും ഖേദം നിമിത്തം നിന്റെ പ്രാണൻ പോകാതിരിക്കട്ടെ. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിവുള്ളവനാകുന്നു. ഇവിടെയാണ് മുഹമ്മദ് നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന സൂചന കൃത്യമായിട്ട് ഖുർആൻ നൽകുന്നത്. ഇത് സൂചനയല്ല. പല ഹദീസുകളിലും മുഹമ്മദ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഹിറാ മലയുടെ മുകളിൽ കയറി പാറപ്പുറത്തുനിന്ന് താഴോട്ട് ചാടി മരിക്കാൻ വേണ്ടി മുഹമ്മദ് പോയി എന്നും, അങ്ങനെ മുഹമ്മദിനെ ഇടക്ക് വെച്ചിട്ട് ജിബ്രീൽ അവിടുന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നു എന്നും പറയുന്ന ഹദീസുകളുണ്ട്. എന്തിനാണ് മരിക്കാൻ പോകുന്നത്? ഈ മക്കക്കാർ ഇത്രയും പറഞ്ഞിട്ടും മക്കക്കാർ മുഹമ്മദിനെ പ്രവാചകനായി അംഗീകരിക്കാനോ മുഹമ്മദിൻ്റെ ഈ ദൗത്യം സ്വീകരിക്കാനോ തയ്യാറാവുന്നില്ല. മാത്രമല്ല, അവരാവശ്യപ്പെടുന്നത് പോലെയുള്ള അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ തനിക്ക് കഴിയുന്നില്ല. അള്ളാഹു ആണെങ്കിൽ ഈ അത്ഭുതങ്ങളൊന്നും കാണിച്ചു കൊടുക്കുന്നുമില്ല. അങ്ങനെ മുഹമ്മദിന് അള്ളാഹുവിനോടും ഈ ജിബ്രീലിനോടും മുഹമ്മദിനോടും തന്നെയും ദേഷ്യം തോന്നുകയോ അല്ലെങ്കിൽ നിരാശ തോന്നുകയോ ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്നാൽ ചത്ത് കളയാം എന്ന് വിചാരിച്ച് പാറപ്പുറത്ത് കയറി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് ഹദീസുകളിൽ പറയുന്നത്. അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. നിരാശ കൊണ്ട് നീ നിൻ്റെ ജീവനെ തന്നെ കളഞ്ഞേക്കാം, നിരാശ കൊണ്ട് നീ നിന്നെ തന്നെ കൊന്നു കളഞ്ഞേക്കാം. അങ്ങനെയാണ് പല തഫ്സീറുകളിലും കൊല്ലുക തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പല തഫ്സീറുകളിലും അർത്ഥമായിട്ട് നീ നിന്നെ തന്നെ കൊന്നു കളഞ്ഞേക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ കൃത്യമായ സൂചന. ഇവിടെ തൻ്റെ ദുഷ്പ്രവൃത്തി തനിക്ക് ഭംഗിയായി കാണിക്കപ്പെടുകയും എന്നിട്ട് അതിനെ നല്ലതായി കാണുകയും ചെയ്തിട്ടുള്ള ഒരുവനോ എന്നൊക്കെ പറഞ്ഞത് അബൂജഹലിനെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെയാണ് മുഫസ്സിറുകൾ പറയുന്നത്. മുഫസ്സിറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മക്കയിൽ തെറി വിളിച്ചതെല്ലാം അബൂജഹൽ എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ ഈ തഫ്സീറുകൾ എഴുതിയ ആളുകൾ ഒരു തരികിട കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കൂടെ പറയാം. കാരണം ഈ തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ എഴുതപ്പെടുന്നത് മുഹമ്മദ് മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും ഇസ്ലാം വലിയൊരു വടവൃക്ഷമായി ലോകത്താകെ പടർന്നു പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമയമായപ്പോഴേക്കും ചരിത്രത്തിൽ മറ്റു പലതും സംഭവിച്ചിട്ടുണ്ട്. ഈ ആയത്തുകൾ ഇറങ്ങുന്ന സമയത്തുള്ള മക്കയിലെ സാഹചര്യങ്ങളല്ല ഈ ആയത്തുകൾക്ക് തഫ്സീറുകൾ എഴുതുന്ന സമയത്ത് പിന്നീട് ചരിത്രത്തിൽ വരുന്നത്. അതുകൊണ്ട് ആ തഫ്സീർ എഴുതാൻ പേനയെടുത്ത ആളുകൾ ആ ചരിത്രത്തെ കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുകയും അവർക്ക് സൗകര്യമുള്ള രീതിയിൽ വളച്ചൊടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എല്ലാ കുറ്റവും അബൂജഹലിൻ്റെ തലയിൽ മാത്രം വെച്ച് കെട്ടുന്നത്, അല്ലെങ്കിൽ വലീദ് ബിൻ മുഗീറയെക്കുറിച്ച് മാത്രം പറയുന്നത്. എന്നാൽ വലീദ് ബിൻ മുഗീറയും അബൂജഹലും മാത്രമല്ല, ഈ മക്കയിൽ മുഹമ്മദ് ഇതെല്ലാം അവതരിപ്പിക്കുമ്പോൾ, ഈ ചീത്ത പറയുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ, നിങ്ങളൊക്കെ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ, നിങ്ങളൊന്നും ഒരിക്കലും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പ്രവചിക്കുമ്പോൾ, അവിടെ മുഹമ്മദിൻ്റെ മുമ്പിലുണ്ടായിരുന്നത് അബൂ സുഫിയാൻ ഉൾപ്പെടെ എല്ലാ ഖുറൈശി പ്രമാണിമാരുമാണ്. അന്ന് മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നത് അബൂ സുഫിയാനാണ്. എന്നാൽ അബൂ സുഫിയാൻ്റെ ഒന്നും പേര് പറയുന്നില്ല മുഫസ്സിറുകൾ. എന്താ കാരണം? മക്ക വിജയിച്ചതിനെ തുടർന്ന്, മക്ക കീഴടക്കിയതിനെ തുടർന്ന് പലരും നിർബന്ധിതാവസ്ഥയിൽ മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചു. അങ്ങനെ മതം സ്വീകരിച്ച കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. ഈ മതം സ്വീകരിക്കൽ നടക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോയവരോ മതം സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്നവരോ ആയിട്ടുള്ള 1-2 പേരാണ് വലീദ് ബിൻ മുഗീറയും
ഈ അബൂ ജഹൽ എന്ന് പറയുന്ന കക്ഷിയൊക്കെ. അബൂ ജഹൽ എന്നൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അംർ ബിൻ ഹിഷാം എന്നാണ്. അബൂ ജഹൽ എന്ന് മുഹമ്മദ് അയാളെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ഇട്ട ഇരട്ടപ്പേരാണ്. അങ്ങനെ മുഹമ്മദ് തൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട ഇരട്ടപ്പേര് ആണ് പിന്നീട് ഇസ്ലാം ചരിത്രത്തിൽ അയാളുടെ പേരായിട്ട് മാറിയത്. അങ്ങനെ ഈ അബൂ ജഹലിനെ ആണ് ഇവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കള്ളത്തരമാണ്. അബൂ ജഹലിനെ മാത്രമല്ല, അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന എല്ലാ ഖുറൈശി നേതാക്കളെയും മുഖത്ത് നോക്കിക്കൊണ്ടാണ് മുഹമ്മദ് ഈ തെറികളെല്ലാം പറഞ്ഞത്, ഈ ഭീഷണികളെല്ലാം പറഞ്ഞത്, ഈ പ്രവചനങ്ങളെല്ലാം പറഞ്ഞത്. പിന്നീട് ആ പ്രവചനങ്ങളെല്ലാം തെറ്റിപ്പോയി എന്ന് കാണുകയും ഈ അബൂ സുഫിയാനും കൂട്ടരുമൊക്കെ പിന്നീട് ഇസ്ലാമിൻ്റെ ആളുകളായി മാറിയെന്ന് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് പിൽക്കാലത്ത് തഫ്സീർ എഴുതിയ ആളുകൾ അവരുടെ എല്ലാം പേരുകൾ മാറ്റിവെച്ചിട്ട് എല്ലാം അബൂ ജഹലിൻ്റെ പെരടിയിലിടുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ തഫ്സീറുകൾ വായിക്കുമ്പോൾ ഇതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഖുർആൻ പഠിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഖുർആൻ്റെ തഫ്സീറുകൾ, വ്യാഖ്യാനങ്ങൾ എഴുതപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. നബി ജീവിച്ച കാലത്തിനും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അപ്പോൾ അവരിത് എഴുതുമ്പോൾ അതുവരെ നടന്നു പോയിട്ടുള്ള ചരിത്രത്തിനനുസരിച്ചായിരിക്കും അവരിതെല്ലാം വ്യാഖ്യാനിക്കുക. അങ്ങനെ വ്യാഖ്യാനിച്ചതുകൊണ്ട് പലപ്പോഴും നമ്മൾ വരികൾക്കിടയിൽ വായിക്കേണ്ടി വരുന്നു. ഇവിടെ ഞാൻ വരികൾക്കിടയിൽ വായിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇതെല്ലാം അബൂ സുഫിയാൻ ഉൾപ്പെടെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ഖുറൈശി നേതാക്കൾ ഉൾപ്പെടെയുള്ള ഖുറൈശി നേതാക്കളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെല്ലാം. അത് വ്യാഖ്യാതാക്കൾ മറച്ചു വെച്ചതാണ്. അപ്പോൾ ദുഷ്പ്രവൃത്തി തനിക്ക് ഭംഗിയായി കാണിക്കപ്പെടുകയും എന്നിട്ട് അതിനെ നല്ലതായി കാണുകയും ചെയ്തിട്ടുള്ള ഒരുവനോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിർത്തുകയാണ്. പിന്നെ ബ്രാക്കറ്റിലാണ് അതിൻ്റെ ബാക്കി കൊടുത്തിട്ടുള്ളത്. ഇവനുണ്ടോ സൽക്കർമ്മശാലികളെ പോലെ പ്രതിഫലം ലഭിക്കുന്നു. ഇതിൻ്റെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ഖുറൈശി പ്രമാണിമാർ, ഈ പറയുന്ന അബൂ ജഹൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ദാനം ചെയ്യുകയും ഒരുപാട് നന്മകൾ അവിടെ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ എല്ലാം നന്മകളെക്കുറിച്ചാണ് നേരത്തെ അതൊക്കെ ധൂളിയായി പോകുമെന്ന് പറഞ്ഞത്. അവരുടെ ഒന്നും നന്മ സ്വീകരിക്കപ്പെടുകയില്ല എന്നും അവരെ നരകത്തിലായിരിക്കുമെന്നും അവർ വിശ്വസിക്കാത്തത് കൊണ്ട് അവരുടെ നന്മ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്നുമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴി പിഴവിലാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ അബൂജഹൽ ഉൾപ്പെടെ എല്ലാവരും വഴിപഴച്ചതിന്, എല്ലാവരും നരകത്തിൽ പോകുന്നതിന് കാരണക്കാരനാരാണ്? അള്ളാഹു ആണെന്നാണ് പറയുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ വഴി പിഴപ്പിക്കുന്നു. എന്തിനാ പിന്നെ പിശാചിനെ ഇവിടെ പറയേണ്ട ആവശ്യം? പിശാചിന് പ്രസക്തിയില്ലല്ലോ. പിശാചിനെ മനുഷ്യരെ പിഴപ്പിക്കാൻ പറഞ്ഞയച്ചതും സൃഷ്ടിച്ചു വിട്ടതും അള്ളാഹുവാണ് എന്നും അതുകൊണ്ട് പിശാച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും 100% ഉത്തരവാദി അള്ളാഹുവാണ് എന്നും ഈ വാക്യത്തിലൂടെ ഇവിടെ ഖുർആൻ തന്നെ ഉറപ്പിക്കുകയാണ്. എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി പിഴപ്പിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യും. ഫ ഇന്നല്ലാഹ യുദില്ലു മൻ യശാ വയഹ്ദീ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി പിഴപ്പിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. അപ്പോൾ നേർവഴി പ്രാപിക്കേണ്ടതും വഴി പിഴക്കേണ്ടതുമൊന്നും മനുഷ്യൻ്റെ ഫ്രീ വില്ലുമായി ബന്ധപ്പെട്ടതല്ല, മനുഷ്യൻ്റെ ചോയ്സിൽപ്പെട്ടതല്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം മാത്രമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാണ് എന്ന അറുവഷളൻ സിദ്ധാന്തം, അശേഷം യുക്തിക്ക് നിരക്കാത്ത വിരോധാഭാസം ഇവിടെ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. കാരണം നിരാശ ബാധിച്ച മുഹമ്മദിന് മാനസികമായ സമനില തെറ്റിയതുകൊണ്ടാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ മക്കയിൽ മുഹമ്മദ് പറഞ്ഞത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് സങ്കടാധിക്യത്താൽ അവരുടെ പേരിൽ നിൻ്റെ ആത്മാവ് പോകാതിരിക്കട്ടെ. അള്ളാഹുവാണ് ഇവരെയൊക്കെ പഴപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ ബേജാറായി പോയിട്ട് തൂങ്ങിച്ചാവാനും അല്ലെങ്കിൽ പാറപ്പുറത്തുനിന്ന് ചാടിച്ചാവാനൊന്നും പോവണ്ട എന്ന് പറഞ്ഞ് മുഹമ്മദിനെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ അള്ളാഹു. ഇവിടെ മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ മുഹമ്മദിനെ പിന്തിരിപ്പിക്കുന്ന ജിബ്രീലും മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ ആലോചിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല, ഞാൻ തന്നെയാണ് പഴപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് മുഹമ്മദിനെ ആശ്വസിപ്പിക്കുന്ന അള്ളാഹുവും ഒക്കെ എന്താണ് യഥാർത്ഥത്തിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ തന്നെ നടക്കുന്ന ചിന്താ പ്രക്രിയകളാണ്. കാരണം മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ ധൈര്യം വരുന്നില്ല, എന്നാൽ നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുമുണ്ട്. ആ ഒരു മാനസിക സംഘർഷത്തിൽ മുഹമ്മദിൻ്റെ മനസ്സ് സ്വയം ആശ്വാസം കണ്ടെത്താൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ചെപ്പടി വിദ്യയാണ് ഈ തലയിലെഴുത്ത് സിദ്ധാന്തം. അത് അങ്ങേയറ്റം യുക്തിക്ക് നിരക്കാത്ത വിരോധാഭാസമാണ് എന്ന കാര്യം മുഹമ്മദ് ചിന്തിച്ചില്ല. അതുകൊണ്ടാണ്
ഖുർആനിൽ ഇത്തരം മണ്ടത്തരങ്ങൾ എഴുതി പിടിപ്പിക്കേണ്ടി വന്നത്. ഈ മണ്ടത്തരമൊക്കെ പിന്നീട് ഇസ്ലാമിൻ്റെ തിയോളജിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികൾ ചില്ലറയൊന്നുമല്ല. ഇതിൻ്റെ പേരിൽ ഇസ്ലാമിൽ വലിയ വലിയ ചിന്താ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ നിഷേധിച്ച വലിയ വിഭാഗം ഇസ്ലാമിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ രണ്ടും കൂടെ ഒരാൾ ചെയ്താൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച്, ദൈവം ഇത് രണ്ടും സമാന്തര ശക്തികളാണ് എന്ന് വാദിച്ച ചിന്തകർ വരെ ഇസ്ലാമിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഡുവാലിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടായി. പിശാച് ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല, പിശാച് ദൈവത്തിന് സമാന്തരമായി മറ്റൊരു ശക്തിയാണ്, അതുകൊണ്ട് പിശാച് ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവം ഉത്തരവാദിയല്ല എന്ന് പറയുന്ന സിദ്ധാന്തം വരെ ഇസ്ലാമിക തിയോളജിയിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക തത്വചിന്തയിൽ നിന്ന് അത്തരത്തിലുള്ള ചിന്താധാരകൾ പോലും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് മുഅ്തസിലികളുടെ കാലത്ത് തന്നെ ഈ വിധിവിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്ത യുക്തിചിന്തകർ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രം. ആരെങ്കിലും പ്രതാപത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രതാപം മുഴുവനും അള്ളാഹുവിനുള്ളതാണ്. നല്ല വാക്കുകൾ അവങ്കിലേക്ക് അത്രയേ കയറിപ്പോകുന്നത്. സൽക്കർമ്മമാകട്ടെ അതിനെ അവൻ ഉയർത്തുകയും ചെയ്യുന്നു. ദുഷിച്ച കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അക്കൂട്ടരുടെ കുതന്ത്രം തന്നെയാണ് നാശമടയുക. ഇതൊക്കെ അബൂജഹലിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നാണ് ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ അബൂജഹലിനെ മാത്രമല്ല, അന്ന് മുഹമ്മദിനെ കാര്യമായി ചോദ്യം ചെയ്തിട്ടുള്ള എല്ലാ ഖുറൈശി നേതാക്കളെയും അതിൽ ആരെങ്കിലുമൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതാവാനാണ് സാധ്യത. പ്രതാപം ഉദ്ദേശിക്കുന്നപ്പോൾ പ്രതാപശാലികളും സമ്പന്നരും ഒരുപാട് നന്മകൾ ചെയ്യുന്നവരും ഒക്കെ ആയിരുന്നു അന്നത്തെ ഖുറൈശി പ്രമാണിമാർ. അതുകൊണ്ട് തന്നെ അവർ പോലും മുഹമ്മദിനെ നിഷേധിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മുഹമ്മദിൻ്റെ പ്രയാസമാണ് ഇത്തരം മുട്ടുന്യായങ്ങളിലേക്ക് മുഹമ്മദിനെ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു നിങ്ങളെ കളിമണ്ണിൽ നിന്നും പിന്നീട് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നുമായി സൃഷ്ടിച്ചു. പിന്നെ അവൻ നിങ്ങളെ ഇണകളാക്കി. അവൻ്റെ അറിവോടെയല്ലാതെ യാതൊരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല, പ്രസവിക്കുന്നുമില്ല. ദീർഘിച്ച ആയുസ് നൽകപ്പെട്ടിട്ടുള്ള ഏതൊരാൾക്കും ആയുസ് നൽകപ്പെടുന്നതാകട്ടെ അവൻ്റെ ആയുസ്സിൽ നിന്നും കുറക്കപ്പെടുന്നതാകട്ടെ ഒരു ഗ്രന്ഥത്തിൽ ഇല്ലാതെയില്ല. നിശ്ചയമായും അത് അള്ളാഹുവിൻ്റെ മേൽ നിസ്സാരമായതാണ്. അള്ളാഹു നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നീട് ശുക്ലത്തുള്ളിയിൽ നിന്നും സൃഷ്ടിച്ചു. പിന്നെ അവൻ നിങ്ങളെ ഇണകളാക്കി. അവൻ്റെ അറിവനുസരിച്ചല്ലാതെ ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല, പ്രസവിക്കുന്നുമില്ല. ഒരു ദീർഘായുസ് നൽകപ്പെട്ട ആർക്കും ആയുസ് നീട്ടിക്കൊടുക്കപ്പെടുന്നതോ അയാളുടെ ആയുസ്സിൽ കുറവ് വരുത്തപ്പെടുന്നതോ ഒരു രേഖയിൽ ഉള്ളതനുസരിച്ചല്ലാതെ നടക്കുന്നില്ല. തീർച്ചയായും അത് അള്ളാഹുവിന് എളുപ്പമുള്ളതാകുന്നു. കഴിഞ്ഞില്ലേ കഥ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരു രേഖയിൽ നേരത്തെ രേഖപ്പെടുത്തിയതനുസരിച്ച് മാത്രമാണ് നടക്കുന്നത്. ഏതൊക്കെ സ്ത്രീകൾ എങ്ങനെയൊക്കെ ഗർഭം ധരിക്കണമെന്നും അതിലേതൊക്കെ കുട്ടികൾ ജനിക്കണമെന്നും ജനിച്ചവർ എന്ന് മരിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ഒരു കിതാബിൽ രേഖപ്പെടുത്തി വെച്ച് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതെങ്ങനെയാണ് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കുക? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ച് എല്ലാം നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച് കിതാബിൽ എഴുതി വെച്ചിട്ട് അതനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് പരീക്ഷണമാകുന്നത്? അവിടെ എങ്ങനെയാണ് മനുഷ്യർക്ക് ഫ്രീ വിൽ ഉണ്ടാവുന്നത്? മനുഷ്യർക്ക് സ്വന്തമായി സ്വതന്ത്ര ഇച്ഛ ഉണ്ടാവുന്നത്? സ്വതന്ത്ര ഇച്ഛയില്ലാത്ത മനുഷ്യൻ ഈ അള്ളാഹുവിൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ അതെങ്ങനെയാണ് മനുഷ്യൻ്റെ കുറ്റമാകുന്നത്? അതിനെങ്ങനെയാണ് മനുഷ്യനെ ശിക്ഷിക്കാൻ കഴിയുന്നത്? ഇതെങ്ങനെയാണ് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നത്? അപ്പോൾ ദൈവം തന്നെ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് കിതാബിൽ എഴുതി വെച്ചിട്ട് അതിങ്ങനെ ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന പരീക്ഷണത്തിനും ഈ കഥയ്ക്കും ഈ പറയുന്ന ഉപദേശങ്ങൾക്കും ഈ സാരോപദേശങ്ങൾക്കും ഈ പ്രവാചകൻ അയക്കലിനും ഈ മെസ്സേജ് അയക്കലിനും ഈ കിതാബ് കൊടുത്തയക്കലിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ ഇതെല്ലാം ഒരു കപട നാടകമാണ്, ഒരു പ്രഹസനമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കളിമണ്ണ് കൊണ്ട് എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന്. കൊശവന്മാർ കളിമണ്ണ് കൊണ്ട് ശില്പം ഉണ്ടാക്കുന്ന കാലത്ത് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ ദൈവം മനുഷ്യൻ്റെ സൃഷ്ടിയെ അനുകരിച്ചു, അല്ലാതെ ഫാത്തിറായ സൃഷ്ടാവല്ല അള്ളാഹു. അതുകൊണ്ടാണ് മനുഷ്യൻ ഉണ്ടാക്കുന്ന കോലത്തിൽ അള്ളാഹു ഉണ്ടാക്കിയത്. ഇനി എന്തുകൊണ്ടാണ് എല്ലാം കിതാബിൽ എഴുതി വെച്ചു എന്നും എല്ലാം മുൻകൂട്ടി രേഖപ്പെടുത്തിയെന്നും അള്ളാഹു തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ മക്കയിൽ മുഹമ്മദ് ഈ സന്ദർഭത്തിൽ പറയുന്നത്
മുഹമ്മദിൻ്റെ കച്ചവടം അവിടെ പൂട്ടി, മുഹമ്മദിൻ്റെ പരിപ്പ് അവിടെ വേവില്ല എന്ന് ഉറപ്പായി, മുഹമ്മദിന് നിരാശ ബാധിച്ചു. ആ നിരാശയിൽ നിന്ന് കൊഞ്ഞനം കുത്തി രക്ഷപ്പെടാൻ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞ ഒരു മണ്ടത്തരമാണ് ഈ തലയിലെഴുത്ത് സിദ്ധാന്തം. ആ മണ്ടത്തരം അവതരിപ്പിക്കുന്നതോടുകൂടി തന്നെ മുഹമ്മദ് അതുവരെ പറഞ്ഞ കഥകളും ഇനി പറയാൻ പോകുന്ന കഥകളും എല്ലാം ബാത്തിലായി പോയി, എല്ലാം അപ്രസക്തമായി പോയി. ഇത് മുഹമ്മദ് ആലോചിച്ചില്ല. അത് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊന്നും ആ സമയത്ത് മുഹമ്മദ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അസംബന്ധങ്ങളെല്ലാം ഇതിനകത്ത് എഴുതി വച്ചത്. ഒരു സ്ത്രീയും അള്ളാഹു തീരുമാനിച്ചതനുസരിച്ചല്ലാതെ, അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ചല്ലാതെ ഗർഭം ധരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ബാപ്പ മകളെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കേസുകൾ ഇപ്പോൾ 100-200 കേസുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട്. പോക്സോ കേസുകളിൽ സ്വന്തം ബാപ്പ മകളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കേസുകൾ. എന്തിനാണ് അള്ളാഹു ഈ ബാപ്പ ബലാത്സംഗം ചെയ്ത മകളുടെയൊക്കെ ഗർഭത്തിൽ കുട്ടിയുണ്ടാക്കാൻ പോകുന്നത്? അതും അള്ളാഹു നേരത്തെ എഴുതി വെച്ചതാണെങ്കിൽ ഈ ബാപ്പാക്ക്, സ്വന്തം മകളെ വ്യഭിചരിക്കുന്ന ബാപ്പാക്ക് സ്വന്തം മകളിൽ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് റൂഹൂതാൻ മലക്കിനെ പറഞ്ഞയക്കുന്ന അള്ളാഹു എന്തൊരു അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു തന്നെയാണ് തീരുമാനിച്ചതെങ്കിൽ ആ പാവം ബാപ്പ എന്ത് കഴിച്ചു? അതും അള്ളാഹു തീരുമാനിച്ചതല്ലേ. ബാപ്പ മകളെ ബലാത്സംഗം ചെയ്യണം എന്നുള്ളതും ബലാത്സംഗത്തിൽ ബാപ്പാൻ്റെ കുട്ടീനെ സ്വന്തം അനിയനെ ഗർഭം ധരിക്കണം എന്നുള്ളതും ഒക്കെ ബാപ്പ ഈ പടച്ചോൻ തീരുമാനിച്ചതല്ലേ, പടച്ചോൻ കിതാബിൽ എഴുതി വെച്ചതല്ലേ. പിന്നെ ആ വാപ്പാനെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? ആ വാപ്പ അത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ തന്നെ അള്ളാഹിൻ്റെ കിതാബിൽ എഴുതിയത് മാറ്റി വരയ്ക്കാൻ പറ്റുമോ? അള്ളാഹിൻ്റെ കിതാബിൽ അതാണ് എഴുതിയെങ്കിൽ അത് നടപ്പിലാക്കുക എന്നല്ലാതെ വേറെന്താ ഇയാൾക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ മനുഷ്യനെങ്ങനെയാണ് ചെയ്ത് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ആ കുറ്റത്തിന് മനുഷ്യനെങ്ങനെയാണ് ഉത്തരവാദിയാവുക? എല്ലാം കിതാബിൽ നേരത്തെ എഴുതി വെച്ചതാണെങ്കിൽ എല്ലാം ഒരു രേഖയിൽ എഴുതപ്പെട്ടതനുസരിച്ചാണ് എന്നാണ് പറഞ്ഞത്. ഓരോരുത്തരുടെ ആയുസ് അള്ളാഹു തീരുമാനിച്ചതാണെന്ന്. അപ്പോൾ ഒരാൾ മരിക്കുന്നതും ഒരാൾ ജനിക്കുന്നതും ഒക്കെ എപ്പോഴാണെന്ന് കൃത്യമായിട്ട് മുൻകൂട്ടി തീരുമാനിച്ചതാണെങ്കിൽ അപകടം പറ്റിയാൽ, രോഗം വന്നാൽ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹു തീരുമാനിച്ചതനുസരിച്ചല്ലേ മരിക്കുക. എന്നാൽ എന്താ സത്യം? ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് മനുഷ്യൻ്റെ ആയുസ് എത്ര വർദ്ധിച്ചു, ശിശുമരണങ്ങൾ എത്ര കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. പണ്ടൊക്കെ ഒരു 50 കൊല്ലം മുമ്പ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏതൊരു ഉമ്മയും 8-10 പ്രസവിച്ചും അതിലൊരു 3-4 കുട്ടികൾ സർവൈവ് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ മരിച്ചു പോകുമായിരുന്നു. അതിനു മുമ്പ് അതിനേക്കാളും കൂടുതലായിരുന്നു ശിശുമരണം. പ്രസവത്തോടുകൂടി തന്നെ മരിക്കുന്ന അമ്മമാരും സ്ത്രീകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്താൽ അതെല്ലാം കുറച്ച് ഇന്ന് മനുഷ്യൻ്റെ ആയുസ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ അമിതമായി മനുഷ്യരുടെ എണ്ണം പെരുകുന്നത് മനുഷ്യർ നിയന്ത്രിച്ചു. 10-12 കുട്ടികളെ പ്രസവിച്ചിരുന്ന ആ കാലം പോയി ഇന്ന് 2-3 അല്ലെങ്കിൽ 1-2 കുട്ടികളെ പ്രസവിക്കുന്ന രീതിയിലേക്ക് നമ്മൾ തന്നെ ജനനം നിയന്ത്രിക്കാൻ തുടങ്ങി. മരണം നിയന്ത്രിക്കാൻ നമുക്കൊരു പരിധിവരെ കഴിയുന്നു. നമ്മുടെ ആയുസ് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നു. മരണത്തിൻ്റെ വക്കിലെത്തിയവരെ നമുക്ക് പലതരത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ അള്ളാഹു എല്ലാം മുൻകൂട്ടി കിതാബിൽ എഴുതി വെച്ചതാണെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുക? അപ്പോൾ പറയുന്നത് അതുമൊക്കെ അള്ളാഹു എഴുതി വെച്ചതാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് മനുഷ്യൻ്റെ പ്രവർത്തികൾക്ക് ഒരു മനുഷ്യൻ്റേതായ ഒരു ഉത്തരവാദിത്തം എവിടെ വരുന്നത്? എല്ലാം മൂപ്പര എഴുതി വെച്ചതാണെങ്കിൽ, അതെല്ലാം മൂപ്പര തീരുമാനമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളെങ്ങനെയാണ് ഉത്തരവാദിയാവുന്നത്? എല്ലാത്തിൻ്റെ ഉത്തരവാദി മൂപ്പരല്ലേ. നമ്മൾ ചെയ്യുന്ന ശരികൾക്കും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കും എല്ലാം ഉത്തരവാദി മൂപ്പരാവില്ലേ? മൂപ്പരെല്ലാം എഴുതി വെച്ചതനുസരിച്ചാണെങ്കിൽ പിന്നെ ഈ സാരോപദേശങ്ങളുമായിട്ട് പ്രവാചകന്മാരെ അയക്കേണ്ട കാര്യം എന്താണ്? അയച്ചിട്ടും കാര്യമില്ല, നിങ്ങളൊക്കെ ഞാൻ പേപ്പിച്ചതാണെന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഈ അധ്യായത്തിൽ മാത്രമല്ല, ഖുർആനിലുടനീളം മക്കയിൽ മുഹമ്മദിൻ്റെ പരിപ്പ് വേവില്ല എന്ന് ബോധ്യപ്പെട്ടത് മുതൽ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇതെല്ലാം അള്ള നിങ്ങളെ പേപ്പിച്ചാണ്, അള്ള പേപ്പിച്ചതാണ്, നിങ്ങളൊന്നും നന്നാവാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ നരകത്തേക്ക് വേണ്ടി അള്ള സൃഷ്ടിച്ചതാണെന്നാണ് പറയുന്നത്. അതെല്ലാവർക്കും ബാധകമാണ്, എല്ലാ കാലത്തും ബാധകമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കിതാബ് ഇറക്കിയത്? എന്തിനാണ് ഈ പ്രവാചകനെ ഇറക്കിയത്? എന്തിനാണ് ഈ മതം? എന്താണ് ഈ പറയുന്നതിനൊക്കെ ഒരു അർത്ഥം? അടുത്തത്, 2 ജലാശയങ്ങൾ സമമാവുകയില്ല. ഇതാ ഒന്ന് കുടിക്കുവാൻ എളുപ്പമുള്ളതായ സ്വച്ഛമായ ജലം, മറ്റേത് കയ്പുരസമുള്ള ഉപ്പുജലം. ഓരോന്നിൽ നിന്ന് നിങ്ങൾ പുതിയ മാംസം തിന്നുകയും നിങ്ങൾ ധരിക്കുന്ന ആഭരണം പുറത്തെടുക്കുകയും ചെയ്യുന്നു. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി അതിൽ കൂടി ഭേദിച്ചുകൊണ്ട് കപ്പലുകൾ നിനക്ക് കാണാം. നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്തേക്കാമല്ലോ. അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്കുണ്ടാക്കി തന്ന അനുഗ്രഹമാണ് 2 തരം സമുദ്രങ്ങൾ, 2 തരം ജലാശയങ്ങൾ എന്നാണ്. ഇവിടെ ബഹ്റൈൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
ബഹർ എന്ന് പറഞ്ഞാൽ കടൽ എന്നർത്ഥമുണ്ട്, ജലാശയം എന്നർത്ഥമുണ്ട്. അപ്പോൾ 2 ജലാശയങ്ങളെ അള്ളാഹു നമുക്ക് സൃഷ്ടിച്ച് തന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് നല്ല മധുരമുള്ള വെള്ളം, അങ്ങനെയാണ് സ്വീറ്റ് വാട്ടർ എന്നാണ് പലരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മധുരമുള്ള വെള്ളമാണ്, മറ്റേതിൽ കയ്പുള്ള ഉപ്പുരസമുള്ള വെള്ളമാണ്. ആ കയ്പുള്ള ഉപ്പുരസമുള്ള വെള്ളമുള്ള സമുദ്രം നമുക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച് തന്നിട്ടുള്ളത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് നമുക്ക് മീൻ പിടിച്ച് തിന്നാൻ, 2 നമുക്ക് മുത്ത് പെറുക്കിയിട്ട് ആഭരണം ഉണ്ടാക്കാൻ. ഈ 2 പ്രയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അറ്റ്ലാന്റിക് സമുദ്രവും പിന്നെ പസഫിക് സമുദ്രവും ഉൾപ്പെടെ ഭൂമിയുടെ 2 ഭാഗം സമുദ്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മാലമണി പെറുക്കാനും മീൻ പിടിക്കാനുമാണ് മൂപ്പര് പറയുന്നത്. ഇതാണ് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള വലിയൊരു ദൃഷ്ടാന്തമായിട്ട് ഇവിടെ പറയുന്നത്. ഇവിടെ 2 സമുദ്രങ്ങൾ എന്ന് പറഞ്ഞ ഇതേ പ്രയോഗം ഖുർആനിൽ വേറെ ചില സ്ഥലങ്ങളിലുണ്ട്. അവിടെ 2 സമുദ്രങ്ങൾ കൂടി ചേരാതെ മറകെട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതെന്താണ് എന്ന് ഈ വാക്യം കൂടി നമ്മൾ ഇതിൻ്റെ വ്യാഖ്യാനവും അർത്ഥവും കൂടെ നോക്കുമ്പോൾ അവിടെയും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. 2 പറയുന്നത് ശുദ്ധജലാശയങ്ങളും പിന്നെ സമുദ്രങ്ങളും. ഈ 2 ജലാശയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ 2ലും അള്ളാഹു കെട്ടിയ മറ എന്ന് പറയുന്നത് കരയാണ്, മണ്ണാണ്. ഈ കര കൊണ്ട് മറ കെട്ടിയിട്ട് ശുദ്ധജലവും ഈ ഉപ്പുജലവും കൂടിക്കലരാതെ സംരക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ഇബ്നു കസീറും മറ്റും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് അന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് സിന്ധാനി പ്രോജക്റ്റുകാർ അതിനെന്താക്കി മാറ്റി വെച്ചാൽ 2 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ചില അഴിമുഖങ്ങളിൽ 2ഉം കൂടിച്ചേരാതെ അങ്ങനെ വേറിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അവിടെ ഭയങ്കര ശാസ്ത്രം വിളമ്പിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കസർത്തുന്നുണ്ട്. എന്നാൽ ആ പറഞ്ഞ ശാസ്ത്രവും മണ്ടത്തരവുമാണ്, ഈ പറഞ്ഞതും തെറ്റാണ്. കാരണം അവിടെ ഖുർആനിൽ അതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ശുദ്ധജല ആശയങ്ങളും സമുദ്രവും തമ്മിലുള്ള വ്യത്യാസം, അവ തമ്മിൽ മറയായിക്കൊണ്ട് കര നിലനിൽക്കുന്നു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അതിൻ്റെ പഴയകാല വ്യാഖ്യാനങ്ങളിലുള്ളത്. ഇനി മറ്റേതാണെങ്കിൽ തന്നെ അതിൽ ശാസ്ത്രമുണ്ട് എന്ന് പറയുന്നത് മണ്ടത്തരാണ്. കാരണം അവിടെ മറ കെട്ടിയിട്ടുമില്ല, അത് 2 വെള്ളവും കൂടിച്ചേരാതെ നിൽക്കുകയല്ല ചെയ്യുന്നത്. ശുദ്ധജലവും ഈ ഉപ്പുജലവും കൂടിച്ചേരാതെ അള്ളാഹു മറ കെട്ടിയിട്ട് ഇങ്ങനെ തടുത്ത് നിർത്തിയിരിക്കുകയല്ല, മറിച്ച് നമുക്കത് 2ഉം വേറിട്ട് നിൽക്കുന്നതായിട്ട് തോന്നാൻ കാരണം ഇത് 2ഉം കൂടിക്കലരുക എന്ന പ്രക്രിയ അല്പം സാവകാശം മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. കാരണം ഈ ഉപ്പ് അലിഞ്ഞിട്ടുള്ള വെള്ളത്തിൻ്റെ തന്മാത്രകൾക്കുള്ളിലേക്ക് ശുദ്ധജലത്തിൻ്റെ തന്മാത്രകൾ കടന്നു കയറാൻ കുറച്ച് സമയമെടുക്കും. അതിൻ്റെ കെമിസ്ട്രി അങ്ങനെ ആയതുകൊണ്ട് ആ സമയമെടുക്കുന്നത് കൊണ്ട് ഈ 2 വെള്ളവും പെട്ടെന്ന് കൂടിച്ചേരാതെ സാവധാനം കൂടിച്ചേരുന്നത് കൊണ്ടാണ് 2ഉം വേറിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ഒരു മറയും കെട്ടിയിട്ടില്ല, അവിടെ വെള്ളം കൂടിച്ചേരാതെ നിൽക്കുന്നുമില്ല. 2ഉം നുണയാണ്, കൂടിച്ചേരുന്നുണ്ട്, അവിടെ മറയില്ല. അപ്പോൾ മറ കെട്ടി കൂടിച്ചേരാതെ അള്ളാഹു തടുത്തു നിർത്തി എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ് എന്ന് മാത്രമല്ല ഖുർആനിൽ അതേക്കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത് എന്നും വ്യക്തമാണ്. ഇവിടെ പക്ഷേ ഈ 2 സമുദ്രങ്ങളെയും ഈ 2 ജലാശയങ്ങളെയും പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് ദൃഷ്ടാന്തം വിവരിക്കുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നത് സമുദ്രം കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ, 1 കപ്പൽ ഓടിക്കാം, 2 മീൻ പിടിക്കാം, പിന്നെ മാലമണി പെറുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തതെന്ന് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടലിൽ ഈ മുത്ത് പെറുക്കാനുള്ള സൗകര്യവും മീൻ പിടിക്കാനുള്ള സൗകര്യവും പിന്നെ കപ്പൽ ഓടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഈ മുത്ത് പെറുക്കൽ അറബികളെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർ അറബികളുടെ ഒരു പ്രധാന തൊഴിലായിരുന്നു. മുഹമ്മദൊക്കെ ജനിക്കുന്നതിനും 2000-3000 വർഷം മുമ്പ് തന്നെ അറബികളുടെ ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായിരുന്നു കടലിൽ മുങ്ങിയിട്ട് ഈ കക്ക പെറുക്കി കക്കയുടെ അകത്തുള്ള മുത്ത് ശേഖരിച്ചിട്ട് അത് വിൽക്കുക എന്നുള്ളത്. അത് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പണ്ട് മുതലേ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സാധനമാണ് കടലിൽ നിന്ന് കിട്ടുന്ന മുത്ത്. അങ്ങനെ മുത്ത് പെറുക്കാൻ കടലിൽ മുങ്ങലുകാരായ അറബികളോടാണ് മറ്റേ ഉപമ ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾ മുങ്ങുമ്പോൾ തിരമാല അടിക്കുകയും മഴക്കാറ് മൂടുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇരുട്ടാവും എന്ന് പറഞ്ഞത്. കൈ നീട്ടി ഈ കക്ക പെറുക്കാൻ വേണ്ടി കൈ നീട്ടിയാൽ ആ കൈ പോലും കാണാത്ത അത്ര ഇരുട്ടാവും. മഴക്കാറ് മൂടുകയും കാറ്റും കോളും വന്നിട്ട് തിരമാല അടിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞത് ഈ മുങ്ങുന്നവരോടാണ്. കടലിൽ മുങ്ങുക എന്നുള്ളത് അറബികളുടെ ഒരു പ്രധാന തൊഴിലായിരുന്നതുകൊണ്ട് അറബികൾക്ക് പരിചിതമായിട്ടുള്ള ഒരു ഉപമയാണ് അവിടെ ആ പറഞ്ഞത്. ഞാനീ പറഞ്ഞത് MM അക്ബർ ആഴക്കടലും കൊണ്ടുവന്ന ആ ഒരു ഖുർആൻ സൂക്തത്തെക്കുറിച്ചാണ്. അതിനകത്തെ ആഴക്കടൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആഴമുള്ള കടൽ എന്ന വിശേഷണമായിരുന്നു. അതുപോലെ തന്നെ അവിടെ കടലിൽ മുങ്ങി
കക്ക പെറുക്കുന്ന അറബികളോടാണ് ആ ഉപമ പറഞ്ഞത്. മരുഭൂമിയിൽ കൂടെ നടന്നു പോകുന്നവരോട് ഒരു ഉപമ പറഞ്ഞതിന് ശേഷം കടലിൽ മുങ്ങുന്ന അറബികളോട് പറഞ്ഞ രണ്ടാമത്തെ ഉപമയായിരുന്നു അത്. അവിടെ കടലിൽ കുറേ ആഴത്തിൽ മുങ്ങിപ്പോയിട്ടാണ് ആളുകൾ ഈ കക്ക പെറുക്കുന്നത്. നല്ല വെയിലും വെളിച്ചമുള്ള സമയത്ത്, തിരമാലയൊക്കെ കുറവുള്ള സമയത്താണെങ്കിൽ അവർക്ക് കുറേ അടിയിൽ പോയാലും ഇത് കണ്ടുകൊണ്ട് പെറുക്കാൻ പറ്റും. നേരെ മറിച്ച് കാറ്റും കോളും വന്ന് മഴക്കാറ് മൂടി വെളിച്ചമില്ലാത്ത സമയത്താണെങ്കിൽ, തിരമാലകൾ ശക്തമായി അടിക്കുകയും ചെയ്യുന്നൊരു സമയത്താണെങ്കിൽ അവർക്ക് ഈ കക്ക പെറുക്കാൻ കണ്ണ് കാണൂല, നല്ല ഇരുട്ടായിരിക്കും. ആ ഇരുട്ടിനെ കുറിച്ചാണ് അവിടെ ഉപമയായിട്ട് പറഞ്ഞത്. അതിന് തെളിവാണ് ഇവിടെ ഈ പറയുന്നത്. അറബികൾ കക്ക പെറുക്കാൻ കടലിൽ മുങ്ങിയിരുന്നു എന്നും കടലിൽ നിന്ന് കിട്ടുന്ന കക്കയും അതിൽ നിന്ന് കിട്ടുന്ന മുത്തും അറബികളുടെ ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായിരുന്നു എന്നും മുഹമ്മദിന് അറിയാമായിരുന്നത് കൊണ്ടാണ് ഖുർആനിൽ ഇടക്കിടക്ക് ഈ മുത്തിൻ്റെ കാര്യവും കടലിൽ മുങ്ങുന്ന കാര്യമൊക്കെ പറയുന്നത്. ഇതൊക്കെ അള്ളാഹു ഒരുക്കി വെച്ചത് മൂപ്പർക്ക് നന്ദി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നും പറയുന്നു. ഇനി അടുത്ത ദൃഷ്ടാന്തം പറച്ചിലാണ്. അവൻ രാത്രിയെ പകലിൽ കടത്തുന്നു, പകലിനെ രാത്രിയിലും കടത്തുന്നു, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തരുകയും ചെയ്തിരിക്കുന്നു. ഓരോന്നും ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ളവനത്രേ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. അവനാണ് രാജാധികാരം. നിങ്ങൾ അവന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാകട്ടെ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും സ്വാധീനപ്പെടുത്തുന്നില്ല. ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യം, അതോടൊപ്പം അള്ളാഹു സൃഷ്ടിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവാണ് ആരാധനയ്ക്ക് അർഹൻ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മക്കയിലെ അന്നത്തെ അറബികൾ അള്ളാഹുവിൻ്റെ കഴിവിനെയോ അള്ളാഹുവിൻ്റെ സൃഷ്ടി പ്രതാപത്തിനെയോ ഒന്നും നിഷേധിച്ചിരുന്നവരല്ല. അവർ മുഹമ്മദിനോട് ചോദിച്ചത് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചോ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ചോ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ മഹത്വത്തെക്കുറിച്ചോ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. മറിച്ച് മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞത് തന്നെയാണ് എന്നതിൻ്റെയും തെളിവാണ് ചോദിച്ചത്. അതിന് തെളിവ് കൊടുക്കുന്നതിന് പകരം പിന്നെയും പഴയ പല്ലവി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുഹമ്മദ് ചെയ്യുന്നത്. രാത്രി പകലിലേക്ക് കുത്തിക്കടത്തുന്നു, പകൽ രാത്രിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. യൂലിജുൽ ലൈല ഫിൻ നഹാരി. അപ്പോൾ ഈ ലൈലിലേക്ക് നഹാറിനെ കുത്തിക്കയറ്റുന്നു, തിരികെ കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ഉപമകൾ ഖുർആനിലുണ്ട്. അവിടെയാണ് ചുറ്റിപ്പൊതിയുന്നു യുക്കവ്വിറും ഒക്കെ വരുന്നത്. ഇങ്ങനെ പല ഉപമകളും പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ രാവും പകലും ഉണ്ടാകുന്നത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് എന്നോ, സൂര്യനെ അപേക്ഷിച്ച് ഭൂമിയാണ് സൂര്യനെ ചുറ്റുകയും സ്വയം കറങ്ങുകയും ചെയ്യുന്നത് എന്നോ, അതുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്നോ, അതുകൊണ്ടാണ് ഈ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത് എന്നതോ തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രാഥമികമായി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ അറിയേണ്ട ശാസ്ത്രവസ്തുതകളൊന്നും ഈ ഖുർആനിൽ ഒരു സൂചനയായി പോലും പറയാൻ മുഹമ്മദിന് സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് അതൊന്നും അറിയുമായിരുന്നില്ല എന്നതിൻ്റെ ഒന്നാന്തരം ദൃഷ്ടാന്തമാണ്. ഖുർആനിലെ ആയത്തുകൾ ഇറക്കിയ അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് തന്നെയായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഭൂമി ഉരുണ്ടതാണ് എന്നും ഭൂമി കറങ്ങുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത് എന്നുമുള്ള ഏറ്റവും പ്രാഥമികമായ കാര്യം പോലും ഒരു സൂചനയായി നൽകാൻ പോലും ഈ അള്ളാഹുവിനോ ഖുർആനിനോ മുഹമ്മദിനോ കഴിഞ്ഞിട്ടില്ല എന്നത്. മറിച്ച് അന്നത്തെ അറബികൾ ആകാശത്തേക്ക് നോക്കിയും മേലോട്ട് നോക്കിയും ചുറ്റും നോക്കിയും കാണുന്ന വസ്തുതകളെ അതേപടി ഇങ്ങനെ പല ഉപമകളിലൂടെയും പറയുകയാണ് മുഹമ്മദ് ചെയ്തത്. ഈ ദൃഷ്ടാന്തം പറച്ചിലുകളിലൊന്നും തന്നെ ഒരു ശാസ്ത്ര വസ്തുതയുമില്ല. അതുകൊണ്ട് ശാസ്ത്രം തിരികെ കയറ്റി ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കുന്നവർ പച്ചക്കള്ളം പറയുകയാണ്. പച്ചക്കള്ളം പറയേണ്ടത് അവരുടെ ഗതികേടാണ്. ഇതിനകത്തില്ല ഈ വിഡ്ഢിത്തങ്ങളെ ആളുകളുടെ വിശ്വാസികളുടെ മുമ്പിൽ മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പുകമറയാണ്, ഒരു പുകമറ സൃഷ്ടിക്കലാണ് ഈ വ്യാഖ്യാതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല. അവർ കേട്ടാലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയുമില്ല. ഖിയാമത്ത് നാളിലാകട്ടെ നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. സൂക്ഷ്മജ്ഞാനിയെപ്പോലെയുള്ള ഒരാൾ നിനക്ക് വർത്തമാനമറിയിക്കുവാൻ ഇല്ല. ഇവിടെ അന്നത്തെ മക്കക്കാരോട് മുഹമ്മദ് പറയുന്ന ന്യായമാണിത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ലാത്ത ഉസ്സ മനാത്ത പോലുള്ള ദൈവങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിളി കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. അപ്പോൾ കേൾക്കാൻ കഴിവുണ്ട് എന്ന് മുഹമ്മദിന് തന്നെ മനസ്സിൽ
ഒരു തോന്നലുണ്ടായിരുന്നു. പഴയ സിർക്കിൻ്റെ ഹാങ് ഓവർ വിട്ടുപോയിട്ടില്ല. അല്ലെങ്കിൽ ഈ വെറും വിഗ്രഹങ്ങളായിട്ടുള്ള ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ കേട്ടാലും ഉത്തരം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ കേൾക്കും, പക്ഷേ ഉത്തരം പറയാൻ കഴിയില്ല, ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഖിയാമത്ത് നാളിലാകട്ടെ നിങ്ങളുടെ ഈ സിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ആര്? ഈ ലാത്തയും ഉസ്സയും മനാത്തയും നമ്മളെ ഗുരുവായൂരപ്പനും നമ്മുടെ ശബരിമല അയ്യപ്പനും ഒക്കെ ഖിയാമത്ത് നാളിൻ്റെ അന്ന് ലോകാവസാനം വിചാരണ നടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരായിട്ട് സാക്ഷി പറയും. ഇത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞതാണ്. എന്താ സാക്ഷി പറയുക? ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങളെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഈ കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ അവിടെ പോയിട്ട് സാക്ഷി പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങൾക്കും ബുദ്ധിയുണ്ട്, പറയാനുള്ള കഴിവുണ്ട്, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകമുണ്ട്. അവരും ഏതാണ്ടൊക്കെ ഒരു ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെയോ അത്ര കഴിവുള്ളവരാണ് എന്ന് മുഹമ്മദ് വിചാരിച്ചിരുന്നു. മുഹമ്മദിൻ്റെ മനസ്സിൽ സിർക്കിൻ്റെ ഹാങ് ഓവർ പോകാത്തതുകൊണ്ടാണ് ഈ മണ്ടത്തരം അവിടെ എഴുതി വെച്ചത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ വന്നിട്ട് സാക്ഷി പറയുന്നത്? കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങൾക്ക് അവരെ ആരാധിച്ചത് അവർ പറഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഈ ആരാധിച്ചവരെക്കെതിരെ സാക്ഷി പറയേണ്ട കഴിവ് എങ്ങനെ വരുന്നത്? ആ കഴിവൊക്കെ ഈ വിഗ്രഹങ്ങൾക്ക് അവിടെ ഉണ്ടാവുമെങ്കിൽ ആ വിഗ്രഹങ്ങൾക്ക് ഇവിടെയും കഴിവുണ്ടായിക്കൂടെ? അപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്കും ആ ശക്തി ആവാഹിച്ചിട്ടാണ് അവർ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി ആവാഹിച്ച് വെച്ചിട്ടാണ് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നത്. അങ്ങനെ ആവാഹിച്ചാൽ ഈ കല്ലുകൾക്കും അല്ലെങ്കിൽ ഈ ലോഹകഷ്ണങ്ങൾക്കും ഈ വിഗ്രഹങ്ങൾക്കും പ്രത്യേകമായ കഴിവ് കിട്ടുമെന്ന് തന്നെയല്ല ഇവിടെയും തെളിയിക്കപ്പെടുന്നത്. കാരണം പരലോകത്ത് വെച്ച് ഈ കല്ലുകൾക്ക് സാക്ഷി പറയാൻ കഴിയുമെങ്കിൽ ഇഹലോകത്ത് വെച്ചിട്ടും ഈ കല്ലുകൾക്ക് ഉത്തരം പറയാനും കഴിയില്ലേ? പ്രാർത്ഥന കേൾക്കാനും കഴിയില്ലേ? പ്രാർത്ഥന കേട്ടിട്ട് ഇനി വേറെ സൂപ്പർ ദൈവം ഉണ്ടെങ്കിൽ ആ സൂപ്പർ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് റെക്കമെൻഡ് ചെയ്യാനും കഴിയില്ലേ? അത്രേ കുറേശികളും പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ ദൈവങ്ങൾക്ക് സൂപ്പർ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അവിടെ എത്തും എന്നാണ് അവരും പറഞ്ഞത്. അതിനെയാണ് മുഹമ്മദ് ഇവിടെ നിഷേധിക്കുന്നത്. ഇനി പറയുന്നത് എന്താണ്? അവർക്ക് ഇതിനൊന്നുള്ള കഴിവില്ല. അവർ സിർക്കിനെ അവിടെ നിഷേധിക്കും, സാക്ഷി പറയും. അവരിവിടെ നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കില്ല, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല എന്നാണ്. എന്നാൽ അള്ളാഹു എന്ന് മുഹമ്മദ് അവകാശപ്പെട്ട ഈ സൂപ്പർ ദൈവത്തിനും പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവില്ല എന്ന് മുഹമ്മദ് തന്നെ അവിടെ തെളിയിച്ചതാണ്. കാരണം മുഹമ്മദിനോട് അന്നത്തെ മക്കക്കാർ ആവശ്യപ്പെട്ടു, നമുക്ക് അള്ളാഹുവിനോടൊരു കൊല്ലം പ്രാർത്ഥിക്കാം, പിന്നെ ലാത്തേനും ഹുസൈനും മനാത്തേനും ചേർത്തിട്ട് കുറച്ച് മാസം പ്രാർത്ഥിക്കാം, എന്നിട്ട് നമുക്ക് ഏതെന്നാണ് ഗുണം കിട്ടുക എന്ന് നമുക്ക് പരിശോധിക്കാമെന്ന് അവർ ആവശ്യപ്പെട്ടതാണ്. ഇവിടെ മുഹമ്മദ് പറയുന്നത് എന്താണ്? ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഈ ലാത്തയ്ക്കും ഹുസയ്ക്കും കഴിവില്ല, അള്ളാഹുവിന് കഴിവുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് മുഹമ്മദ് അവിടെ തെളിയിക്കണ്ടേ? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ വല്ലതും സാധിക്കുമോ? അള്ളാഹുവിനും ലാത്തയ്ക്കും ഹുസയ്ക്കും ഒക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാനുള്ള കഴിവ് ഒരേപോലെയാണ്. അത് ഇന്നും തെളിയിക്കപ്പെടുന്ന കാര്യമാണ്, പണ്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, മക്കയിലും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് ഇങ്ങനെ ബടായി പറയുന്നു എന്നല്ലാതെ അങ്ങനെ ഒരു ദൈവം എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നു എന്നതിന് അവർക്കൊരു തെളിവും കിട്ടിയിട്ടില്ല. തെളിവിന് വേണ്ടി അവർ ആവശ്യപ്പെട്ടു, പരീക്ഷണം അവരാവശ്യപ്പെട്ടു, എന്നിട്ട് പരീക്ഷിക്കാൻ മുഹമ്മദ് തയ്യാറായിട്ടുമില്ല. ഒരു കൊല്ലം അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കാം, പിന്നെ ഒരു കൊല്ലം ലാത്തി ഹുസൈൻ മനാത്തി അള്ളാഹും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം, അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ അള്ളാഹുവിനെ മാറ്റി നിർത്തി പ്രാർത്ഥിക്കാമെന്നല്ല, എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഏത് വർഷത്തിലാണ്, ആരെ പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഗുണം കിട്ടുക എന്ന് നമുക്ക് പരിശോധിക്കാമെന്നാണ് യുക്തിപരമായ ആവശ്യം അവർ മുന്നോട്ട് വെച്ചത്. അതിനെയും മുഹമ്മദ് തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നിട്ട് അവരെ ചീത്ത പറഞ്ഞിട്ട് തലയിലെഴുത്ത് സിദ്ധാന്തം പറഞ്ഞ് അവിടുന്ന് തടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്നതിന് എന്താ അർത്ഥമാണ്? ലാത്തയ്ക്കും ഹുസയ്ക്കും മനാത്തയ്ക്കും പ്രാർത്ഥനയൊന്നും കേൾക്കാനും ഉത്തരം പറയാനും കഴിവില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കഴിവില്ല എന്നുള്ളത് അവർ പറയുമ്പോൾ അത് തെളിയിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ അള്ളാഹു ലാത്തയും ഹുസൈൻ മനാത്തയും തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇന്നും നമുക്കറിയാം, നമ്മൾ സാധ്യമാവാത്ത കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരു ദൈവവും നമ്മളെ ആ കാര്യം സാധിച്ചു തരുന്നില്ല. സാധ്യതയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. അത് സാധ്യത ഉള്ളതുകൊണ്ട് മാത്രമാണ്. ആ സാധ്യത ഇല്ലാത്ത ഏതെങ്കിലും കാര്യം പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ ഏതെങ്കിലും ദൈവം സാധിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു കയ്യിൻ്റെ വിരലിൻ്റെ ഒരറ്റം മുറിഞ്ഞു പോയ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരാൾ വേണ്ട, ഭൂമിയിലുള്ള 700 കോടി മനുഷ്യരും കൂടെ കൂട്ടപ്രാർത്ഥന നടത്തുകയാണ്, ഇയാളുടെ ഈ വിരലൊന്ന് പുനഃസ്ഥാപിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കുമോ? ഇല്ല. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തുള്ള ദൃഷ്ടാന്തങ്ങൾ കാണണ്ടേ? അപ്പോൾ പിന്നെ ഈ ലാത്തയ്ക്കും ഹുസയ്ക്കും ഇല്ലാത്ത എന്ത് കഴിവാണ് അള്ളാഹുവിനുള്ളത്? എല്ലാം കണക്ക് തന്നെയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവവും എവിടെയും ജീവിച്ചിരിക്കില്ല എന്ന് നമുക്ക് പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ പറ്റും, ഇന്നും തെളിയിക്കാൻ പറ്റും. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പില്ല എന്ന്
നിസ്സാരമായ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് തെളിയിക്കാൻ പറ്റും. എന്നാൽ അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്ന് ഏതെങ്കിലും വിശ്വാസിക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ പരീക്ഷണം ഞാൻ പറയാം. ആ പരീക്ഷണം അനുസരിച്ച് നമുക്ക് ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് പരിശോധിച്ചിട്ട് ഇപ്പോൾ മക്കാർ ആവശ്യപ്പെട്ട മാതിരി തന്നെ നമുക്ക് തെളിയിക്കാം, നമുക്ക് പരീക്ഷണം നടത്താം. തെളിയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ ലാത്തയെ ആരാധിക്കുന്ന മക്കാരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന ഇന്ത്യക്കാരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവത്തിനെ ആരാധിക്കുന്ന മറ്റുള്ളവരും അവരൊക്കെ ആരാധിക്കുന്ന ദൈവങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഈ ആരാധിക്കുന്നവരുടെ മനസ്സിലുള്ള വിശ്വാസം എന്നതിനപ്പുറത്ത് ഈ ദൈവങ്ങൾക്കൊന്നും ചെയ്യാനുള്ള ഒരു കഴിവുമില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് മക്കയിൽ അന്ന് യുക്തിപരമായ ചോദ്യങ്ങളിലൂടെ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അവരുടെ മുമ്പിൽ ഉത്തരം മുട്ടിപ്പോയതാണ്. ആ ഉത്തരം മുട്ടലിന് മുഹമ്മദ് കണ്ടെത്തിയ ഒരു പരിഹാര മാർഗമാണ് ഈ തലയിലെഴുത്ത് വിധിവിശ്വാസം പോലുള്ള കൊഞ്ഞനം കുത്തലുകളെല്ലാം. ഏതായാലും ഈ 14 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ വീണ്ടും ചർച്ച ചെയ്യാം.